എല്ലാ കുഞ്ഞുമക്കൾക്കും മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഈ വ്യഞ്ജനാക്ഷരങ്ങളുടെ പേര് പറയാമോ? ട, ഠ, ഡ. ട, ഠ, ഡ. ഇന്ന് നമുക്ക് ഈ ഡ എന്ന അക്ഷരത്തിൻ്റെ അടുത്തൊരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരനെ കൂടി പരിചയപ്പെട്ടാലോ? എല്ലാ കുഞ്ഞുമക്കളും ആദ്യം സ്ലേറ്റും പെൻസിലും എടുക്കുക. നമുക്ക് ആദ്യം എഴുതി പഠിക്കാം. അതിനുശേഷം ആ അക്ഷരം വരുന്ന കൂടുതൽ വാക്കുകളൊക്കെ നോക്കാം കേട്ടോ. വേഗം സ്ലേറ്റ് എടുത്തേ. ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരം എഴുതാം. എങ്ങനെയായിരുന്നു? റാ എന്ന അക്ഷരം എഴുതി കൈയെടുക്കാതെ മുകളിലേക്ക്, വീണ്ടും താഴത്തേക്ക് വന്ന് മുകളിലേക്ക് വരണം അല്ലേ? ഈ അക്ഷരത്തിൻ്റെ പേരെന്തായിരുന്നു? ഡ. ഇനി ഈ അക്ഷരത്തിൻ്റെ കൂട്ടുകാരനെയും പരിചയപ്പെടാം. വീണ്ടും റാ എന്ന അക്ഷരം എഴുതുക, കൈയെടുക്കാതെ മുകളിലേക്ക്, വീണ്ടും താഴത്തേക്ക്, മുകളിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ കുനിപ്പിടണം. കണ്ടോ? അപ്പം ഈ അക്ഷരത്തിൻ്റെ പേര് ഡ. ഡ, ഡ. ഒന്നും കൂടി എഴുതാം. റാ എന്ന അക്ഷരം എഴുതി കൈയെടുക്കാതെ മുകളിലേക്ക്, വീണ്ടും താഴത്തേക്ക്, മുകളിലെത്തുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ കുനിപ്പിടണം. വളരെ എളുപ്പമാണല്ലേ? ഈ അക്ഷരത്തിൻ്റെ പേര് പറയൂ. ഡ. ഒന്നും കൂടി എഴുതാം. റാ എന്ന അക്ഷരം എഴുതുക, കൈയെടുക്കാതെ മുകളിലേക്ക്, വീണ്ടും താഴത്തേക്ക്. കണ്ടോ? ഈ അക്ഷരത്തിൻ്റെ പേര് പറയൂ. ഡ. ഡ, 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 ഡ. ക്ലിയർ ആയോ? മലയാളത്തിൽ ഏതക്ഷരം എഴുതുമ്പോഴും കൈയെടുക്കാതെ എഴുതണം. ആ അക്ഷരം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൈയെടുക്കാവൂ കേട്ടോ. ഈ അക്ഷരം വരുന്ന കൂടുതൽ വാക്കുകൾ നോക്കാം. ധ, ധക്ക, ധ, ധക്ക. ധക്ക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചെണ്ടയൊക്കെ പോലെ ഒരു വാദ്യ ഉപകരണമാണ് എന്ത്? ധക്ക. ചെണ്ട പോലെ ഒരു ഉപകരണമാണ് എന്ത്? ധക്ക. ധ, ധക്ക. ഇതെന്താണെന്നറിയാമോ? ഢാലം. ധ, ഢാലം. ധ, ഢാലം. എന്താ ഢാലം? പണ്ടത്തെ യുദ്ധ സിനിമകളൊക്കെ നോക്കിയാൽ, അല്ലെങ്കിൽ ബാഹുബലി സിനിമയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധത്തിന് പോകുമ്പോൾ ഒരു കയ്യിൽ വാളും മറ്റൊരു കയ്യിൽ ഇതേപോലെ ഒരു സാധനവും കാണാം. പരിച. എന്താണ്? ഢാലം. ഢാലം എന്നോ പരിച എന്നൊക്കെ പറയാം. ഓക്കെ. എന്താണിത്? ഢാലം. ഢ, ഢാലം. ഢ, ഢാലം. ഇനി മറ്റൊരു വാക്കാണ് മൂഢൻ. എന്താണ്? മൂഢൻ. മൂഢൻ. എന്താ അർത്ഥം? തിരിച്ചറിവില്ലാത്ത വ്യക്തിയാണ് ആര്? മൂഢൻ എന്ന് പറയുന്നത്. ഓക്കെ. ഒന്നിനെയും കുറിച്ച് ഒരു തിരിച്ചറിവില്ലാത്ത വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുക? മൂഢൻ. എന്താ? മൂഢൻ. മനസ്സിലായോ? കൂട്ടുകാർ ഇത് കണ്ടിട്ടുണ്ടോ? എന്താണിത്? കെറ്റിൽ ഡ്രമ്മാണ്. എന്താ? കെറ്റിൽ ഡ്രം. ഇതിന് പറയുന്ന പേര് ഢമാനം. മലയാളത്തിൽ ഢമാനം എന്നാണ് പറയുക. ഢ, ഢമാനം. ഢ, ഢമാനം. ഢമാനം. അപ്പോൾ ഏതൊക്കെയാണ് പഠിച്ചത്? ഢ, ധക്ക, ഢ, ഢാലം, ഢ, ഢമാനം. ഒന്നും കൂടെ പറഞ്ഞേ. ഢ, ധക്ക, ഢ, ഢാലം, ഢ, ഢമാനം. ഇന്നത്തെ അക്ഷരം എല്ലാവരും പഠിച്ചോ? ഇനി അപ്പുവിനെ ഒന്ന് സഹായിക്കാമോ? എന്താന്നോ?
പാവം അപ്പുവിൻ്റെ അടുത്ത് 3 ചിത്രങ്ങൾ കാണിച്ച് പേരെഴുതാൻ ടീച്ചർ പറഞ്ഞു. എന്നാൽ അപ്പുവിന് അതിൻ്റെ പേരൊന്നും അറിയുന്നില്ല. അവൻ തെറ്റായിട്ടാണ് ഓരോ ചിത്രത്തിൻ്റെയും പേരെഴുതിയത്. കൂട്ടുകാർ ഓരോ ചിത്രവും നോക്കി ശരിയായ പേര് പറയാമോ? പറയൂ, ഈ ചിത്രത്തിൽ ഏതാണ് ഡക്ക? ഡക്ക. ആരാണ് ആദ്യം തൊട്ട് കാണിക്കുക? വെരി ഗുഡ്, ഡക്ക. ഇനി ആരാണ് ഢാലത്തിൻ്റെ ചിത്രം തൊട്ട് കാണിക്കുക? ഢാലം. ഢാലം. ബാഹുബലി സിനിമയൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? വെരി ഗുഡ്. ഇനി ഢമാനം. ഇവയിൽ ഏതാണ് ഢമാനം? വേഗം പറയൂ. വെരി ഗുഡ്. എല്ലാ കുഞ്ഞുമക്കളും നല്ല മിടുക്കരാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇന്ന് സ്ലേറ്റിൽ ഈ അക്ഷരം എഴുതി പഠിക്കണം. ഈ അക്ഷരം മാത്രമല്ല, ഠ ഠ ഢ ഢ ഇങ്ങനെ പറഞ്ഞ് എഴുതണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.